കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മറിപ്പുഴ പദ്ധതി പ്രദേശത്ത് ആണ് ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രൊജക്റ്റ് എന്താണ്, എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ഗുണകരം ആകുന്നത് എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ ഒരു ഇടം ആണ് താമരശ്ശേരി ചുരം എന്നത്. ഒരുപക്ഷെ പലരും ആ വഴി യാത്ര ചെയ്തിട്ടുണ്ടാകും, പലരും ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. കുതിരവട്ടം പപ്പുവിൻ്റെ ആ ഡയലോഗ് അത് സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ്. എന്തായാലും അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് എങ്കിൽ പോലും ഈ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര പലർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കാറുള്ളത്. അവിടെ ഒരു തുരങ്കപാത നിർമ്മിച്ചുകൊണ്ട് കിലോമീറ്ററുകളുടെ ലാഭം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി, അതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ തുരങ്കപാതയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ടിൻ ട്യൂബ് ടണൽ ആണ് ഇത് എന്നതാണ്. അതായത് ഇരട്ട തുരങ്കങ്ങളിലൂടെയുള്ള യാത്രയാണ് അവിടെ സാധ്യമാകുന്നത് എന്നതാണ്. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലേക്ക് എത്താം എന്നതാണ് ഈ തുരങ്കപാതയുടെ പ്രത്യേകത. 35 കിലോമീറ്റർ ആണ് ഇങ്ങനെ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ലാഭിക്കാൻ പറ്റുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഈ തുരങ്കത്തിൻ്റെ ദൈർഘ്യം എന്നത് 8.73 കിലോമീറ്റർ ആണ് എന്നതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നായി മാറും. കേരള പൊതുമരാമത്ത് വകുപ്പാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം നടത്തുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ നിന്ന് കിഫ്ബിയിലടക്കം ഉൾപ്പെടുത്തി ലഭ്യമാക്കുന്ന ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 2006 ആയിരുന്നു തുരങ്കപാത എന്ന ഈ ഒരു ആശയം, അതായത് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി കൂടുതൽ സുഖകരമാകുന്ന എളുപ്പത്തിലുള്ള ഒരു യാത്ര എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടത്. 2020 ഇതുമായി ബന്ധപ്പെട്ട ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2025 ജൂണിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയും ലഭിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ആണ് ഈ പദ്ധതിയുടെ ദൈർഘ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ആകെ ഈ തുരങ്കപാതയുടെ ദൈർഘ്യം എന്നത് 8.735 കിലോമീറ്റർ ആണ്. ഇങ്ങനെ ഉള്ള ഈ തുരങ്കപാത കടന്നു പോകുമ്പോൾ 2 ജില്ലകളാണല്ലോ ബന്ധിപ്പിക്കപ്പെടുന്നത്, വയനാട് ജില്ലയും കോഴിക്കോടും. വയനാട് ജില്ലയിലൂടെ 5.58 കിലോമീറ്റർ ആണ് ഈ തുരങ്കപാത കടന്നു പോവുക. കോഴിക്കോട് ജില്ലയിലൂടെ 3.15 കിലോമീറ്റർ. അങ്ങനെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുകയാണ് ഈ തുരങ്കപാത എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെയാണ് തുരങ്കപാതയുടെ പ്രധാന ദൈർഘ്യം എന്നത്. അവിടെ മാത്രം 8.11 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി പറയേണ്ടത്. ചൂരൽമല സ്റ്റേറ്റ് ഹൈവേയുമായിട്ടാണ് ഈ തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത് എന്നതും എടുത്തു പറയണം. മറിപ്പുഴ, മുത്തൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായാണ് തുരങ്കത്തിൻ്റെ കോഴിക്കോട് ഭാഗത്തെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ ഇരട്ട തുരങ്കങ്ങളുടെ ദൈർഘ്യം എന്നത് 8 കിലോമീറ്ററിൽ അധികം ആണ് എന്ന് പറയുമ്പോൾ 2 തുരങ്കങ്ങൾ തമ്മിൽ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും എന്നതും കൂടി എടുത്തു പറയാം. മറ്റൊന്ന്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാനപ്പെട്ട പാലങ്ങൾ ഈ തുരങ്കപാതയുടെ ഭാഗമായി തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. 3 ചെറുപാലങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കേണ്ടതായി വരും എന്നതാണ്. നേരത്തെ തന്നെ ഏതാണ്ട് 33 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. വയനാട് 8.5 ഹെക്ടർ, കോഴിക്കോട് 8.12 ഹെക്ടർ എന്ന നിലയിലാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ബ്ലാസ്റ്റിംഗ് ആണ്, അതായത് ഈ പാറ തുരക്കുന്ന ഒരു പദ്ധതിയുടെ തുടക്കം ആണ് നിർവഹിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നു. അദ്ദേഹം എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. ഈ പാതയാകട്ടെ വനമേഖലയിലൂടെ അടക്കം കടന്നു പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 5771 മീറ്റർ വനമേഖലയിലൂടെ ആണ് ഈ പാത കടന്നു പോകുന്നത് എങ്കിൽ 2964 മീറ്റർ
സ്വകാര്യ ഭൂമിയിലൂടെയും ആണ് കടന്നുപോകുന്നത്. ഇതിനുവേണ്ട ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളൊക്കെ നേരത്തെ തന്നെ എളുപ്പത്തിൽ പൂർത്തിയാക്കിയ സാഹചര്യം ആണ് ഉള്ളത്. ഈ പാതയ്ക്കു വേണ്ടി ചെലവാക്കപ്പെടുന്നത് 2134 കോടി രൂപ ആണ് എന്നതും കൂടി പറയേണ്ടതുണ്ട്. ഇതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇനി വിശ്രമം ഇല്ലാത്ത ജോലിയിലേക്ക് തൊഴിലാളികൾ എത്തിപ്പെടുകയാണ്. അതായത് 24 മണിക്കൂറും ഇവിടെ ജോലികൾ നടക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓരോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലിക്കാർ എത്തുകയും അങ്ങനെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ഉള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തന സജ്ജം ആകുന്ന തരത്തിലേക്ക് ഈ തൊഴിലാളികളുടെ സംഘം മാറുകയാണ്. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ നിർമ്മാണമൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിരിക്കുന്നു. പാറ പൊട്ടിക്കുന്ന ക്രഷർ യൂണിറ്റുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായൊരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ആദ്യത്തെ ബ്ലാസ്റ്റ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ പോകുന്നത്. അവിടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആദ്യ ബ്ലാസ്റ്റ് നടത്തും. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ആ ബ്ലാസ്റ്റ് നടക്കുന്ന സൈറ്റിന് തൊട്ട് മുമ്പിലുള്ള ഇടത്തേക്ക് ഈ ബ്ലാസ്റ്റിംഗ് സ്പോട്ട് കാണുന്നതിനായി പോയിരിക്കുന്നു. ഒരു ചുവന്ന പരവതാനി വിരിച്ച ഇടത്തേക്ക് അദ്ദേഹത്തിന്റെ വാഹനം സമയം മുമ്പ് പോയിരുന്നു. അവിടെ കൊങ്കൺ റെയിൽവേയിലെയും മറ്റ് പൊതുമരാമത്ത് വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥരാണ്. അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സൈറ്റ് അവിടെ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം കണ്ട് വിലയിരുത്തി മനസ്സിലാക്കും. അവിടെ നിന്നാണ് പാറ തുരന്നുള്ള ഈ തുരങ്ക നിർമ്മാണം ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും വയനാട് വരെ ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തോളമാണ് ആ തുരങ്കം ഉള്ളിൽ കൂടി കടന്നു പോകുക. പ്രത്യേകം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ടണൽ നിർമ്മാണം നടത്തുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ വിദഗ്ധരോടൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ എന്ന രീതിയിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുരക്കുന്നതിനുള്ള ഈ റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കുക. ആദ്യ ബ്ലാസ്റ്റിനായുള്ള സജ്ജീകരണങ്ങൾ സ്ഫോടക വസ്തുക്കളടക്കം പാറകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഒരുപാട് ടണലുകൾ രാജ്യത്തെമ്പാടും നിർമ്മിച്ച ഒരു ഏജൻസിയാണ്. അടൽ ടണലടക്കമുള്ള അഭിമാന പദ്ധതികൾ കർണാടകത്തിലും മുംബൈയിലും ഒക്കെയായി നിരവധി ടണൽ നിർമ്മാണത്തിൽ വലിയ പരിചയസമ്പന്നരായ ഒരു ഏജൻസി. പ്രത്യേകിച്ചും കൊങ്കൺ റെയിൽവേ പോലെ എഞ്ചിനീയറിംഗ് രംഗത്ത് തന്നെ ഒരു വിസ്മയമായി മാറിയ ഒരുപാട് പദ്ധതികൾ നടത്തിയ പിൻബലത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. 48 മാസങ്ങൾ കൊണ്ട് ഈ ടണൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം ടണൽ നിർമ്മാണത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഈ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള ഈ ടണലിൽ ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.